ഡിയർ സ്റ്റുഡൻസ്, NOS പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഓപ്ഷണൽ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്ഷണൽ മൊഡ്യൂൾ പൊളിറ്റിക്സിലെ ഓപ്ഷണൽ മൊഡ്യൂൾ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ 29-30 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 30ാമത്തെ ചാപ്റ്റർ നമ്മൾ 2 പാർട്ടുകളായിട്ടാണ് 30ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ വളരെ വിശദമായി തന്നെ UNOയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും UNO സ്ഥാപിതമായതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി 31ാമത്തെ ചാപ്റ്ററിൽ UNOയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധപരിഹാരത്തിനും അല്ലെങ്കിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനൊക്കെ UNO എങ്ങനെയാണ് മുൻകൈ എടുത്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ 31ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. 32ാമത്തെ ചാപ്റ്റർ കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്ഷണൽ മൊഡ്യൂൾ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ 31ാമത്തെ ചാപ്റ്റർ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സമാധാന ശ്രമങ്ങൾക്കുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 31ാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ഡെഡിക്കേറ്റഡ് ടു വേൾഡ് പീസ്? ലോക സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടന ഏതാണെന്ന് നമുക്കറിയാം. ഐക്യരാഷ്ട്ര സംഘടന UNOയാണ് ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ മീഡിയേഷൻ. എന്താണ് മീഡിയേഷൻ? മീഡിയേഷനെ കുറിച്ച് വിശദീകരിക്കുക. ഒരു രാജ്യമോ സംഘടനയോ ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീഡിയേഷൻ എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്ര സംഘടന എപ്പോഴും ഒരു ഇടനിലക്കാരനെ പോലെ രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുകയും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ മീഡിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഘടനയാകാം, ഒരു വ്യക്തിയാകാം, ഒരു രാജ്യമാകാം. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം നടത്തുന്നതിനെയാണ് മീഡിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയാണ് മീഡിയേറ്ററായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നത് 1950 കാശ്മീർ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭ പ്രശ്നപരിഹാരത്തിനായി ഒരു ഇടനിലക്കാരനെ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ മീഡിയേഷൻ എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം 1950 കാശ്മീർ വിഷയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഡു യു മീൻ ബൈ സാങ്ഷൻ? സാങ്ഷൻ അഥവാ ഉപരോധം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങൾക്ക് എതിരെ ഐക്യരാഷ്ട്ര സമിതിയുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ. ആ ഉപരോധങ്ങളെന്ന് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുണ്ടാവും? നയതന്ത്രപരമാകാം, സാമ്പത്തികം, വാണിജ്യപരവും. ഈ രീതിയിലെല്ലാമുള്ള ഉപരോധം ഏർപ്പെടുത്തുന്നതിനെയാണ് സാങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്തർദേശീയ നിയമങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നു? ഐക്യരാഷ്ട്രസമിതി അതിൻ്റെ നേതൃത്വത്തിൽ, ചിലപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാവാം, അല്ലാതെയുമാകാം, എന്ത് ചെയ്യുന്നു? ഈ രാജ്യങ്ങൾക്കെതിരെ, ഈ അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തികവും വാണിജ്യപരവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, സാങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: വാട്ട് മെത്തേഡ് ഈസ് യൂസ്ഡ് ബൈ UN ടു കീപ് പീസ് എമോങ് നാഷൻസ്? ഐക്യരാഷ്ട്ര സംഘടന രാജ്യങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാക്കുവാൻ എന്തെല്ലാം പ്രശ്നപരിഹാര രീതികളാണ്, അതിനുള്ള പ്രശ്നപരിഹാര രീതികൾ ഏതെല്ലാമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. നമുക്കറിയാം, ലോക സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനും എല്ലാം UNO ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? സൈനികേതര മാർഗങ്ങളിലൂടെ, സൈന്യത്തെ ഇടപെടുത്താതെ സൈനികേതര മാർഗങ്ങളിലൂടെ രാജ്യങ്ങളെ സമാധാനത്തിൻ്റെ പാതയിൽ എത്തിക്കാനാണ് ആര് ശ്രമിക്കുക? UNO ശ്രമിക്കുക. പിന്നീടാണ് എന്ത് ചെയ്യുക? ആദ്യം സൈനികേതര മാർഗങ്ങളിലൂടെ എങ്ങനെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. പ്രശ്നബാധിതമായ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ, നമ്മൾ മുകളിലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏത് രാജ്യമാണോ നിയമങ്ങളൊക്കെ ലംഘിക്കാതെ നിൽക്കുന്നത് ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക, ആയുധ വ്യാപാരം നിരോധിക്കുക, അതുപോലെ തന്നെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുക, ഇതെല്ലാം UN ചെയ്യാറുണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സൈനികേതര നടപടികളിൽ വരുന്നതാണ്. അപ്പോൾ സൈനികേതര നടപടികളിൽ ഏതെല്ലാം വരുന്നു? നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നു. ഏത് രാജ്യവുമായിട്ടാണോ ഉപരോധം ഏർപ്പെടുത്തേണ്ടത് ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കാനും, ആയുധ വ്യാപാരം നിരോധിക്കുക, കയറ്റുമതി ഇറക്കുമതി തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുക, ഇങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് UN ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ഡിഡ് UN മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ്സ്
ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്നാണ് UN മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അത് നിലവിൽ വന്നത്? എന്നാണ് ആ സംഘടന? 1949 കാശ്മീർ പ്രശ്നത്തിന് ശേഷമാണ് ഈ സംഘടന നിലവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആസ്പെക്ട്സ് ഓഫ് ദ UN ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് മെയ്ഡ് അവർ വേൾഡ് പീസ്ഫുൾ? അപ്പോൾ UN ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നാണ് അതിൽ പ്രധാനപ്പെട്ടത്. മീഡിയേഷൻ ആക്ടിവിറ്റീസ്, ബൈൻഡിങ് സാങ്ഷൻസ്, ഡിസാർമമെൻറ്റ് ആക്ടിവിറ്റീസ്, ഇത്രയുണ്ട്. അതുപോലെ ഓതറൈസേഷൻ ഫോർ മിലിറ്ററി സാങ്ഷൻ, ഇത്രയും 4 കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. UN ലോക സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യനാണ്. മീഡിയേഷൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തർക്ക രാജ്യങ്ങൾക്കിടയിൽ ഒരു ഇടനിലക്കാരനായി UNO പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനും ശ്രമിക്കുന്നു. അതുപോലെ വഴങ്ങാത്ത രാജ്യങ്ങളുടെ ശക്തികളുടെ മേലാണെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള അധികാരവും UNOയ്ക്കുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണങ്ങളായിട്ട് 1947 കാശ്മീർ തർക്കത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് UNO എടുത്ത പങ്ക് അല്ലെങ്കിൽ UNO വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ മീഡിയേഷൻ ആക്ടിവിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1947 കാശ്മീർ തർക്കവും അതിനെ തുടർന്നുണ്ടാകേണ്ടിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അതൊഴിവാക്കിയത് UNOയുടെ കഴിവാണ്. പിന്നീട് രണ്ടാമതായിട്ട് പറയുന്നത് 1962 ക്യൂബൻ മിസൈൽ പ്രശ്നത്തിന്, അങ്ങനൊരു പ്രതിസന്ധി ലോകരാജ്യങ്ങൾക്കിടയിൽ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതും UNOയാണ്. അത് നേട്ടമായി നമുക്ക് കണക്കാക്കാം. പിന്നെ 1947 ഡച്ചും ഇന്തോനേഷ്യയും തമ്മിൽ നടക്കുമായിരുന്ന ഒരു രക്തരൂക്ഷിത യുദ്ധം, അത് ഒഴിവാക്കിയതും UNOയുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ 1956 ഈജിപ്തിനെതിരായി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക ആക്രമണത്തെ തടയാനും അങ്ങനെ ഒരു വലിയ അന്താരാഷ്ട്ര സംഘർഷം ഒഴിവാക്കാനും UNOയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ മീഡിയേഷൻ ആക്ടിവിറ്റീസ് UN ലോക സമാധാനത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളിൽ 1947 കാശ്മീർ ഇഷ്യൂ, രണ്ടാമത്തേത് 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, 1947 തന്നെ ഡച്ചും ഇന്തോനേഷ്യയും തമ്മിൽ നടക്കുമായിരുന്ന യുദ്ധം, അതുപോലെ 1956 ഈജിപ്തിനെതിരായി ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും കൂടി ചേർന്ന് സംയുക്ത സൈനിക ആക്രമണം നടത്താനിരുന്നതും. ഇതെല്ലാം തടയാൻ ആർക്ക് കഴിഞ്ഞു? UNന് കഴിഞ്ഞു. നെക്സ്റ്റ്, ബൈൻഡിങ് സാങ്ഷൻസ്. നമ്മൾ പറഞ്ഞു തർക്കങ്ങൾക്ക് സമാധാനപരമായ മാർഗത്തിലൂടെ ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. സൈനികേതര മാർഗങ്ങളാണ് UN എന്ത് ചെയ്യാറുള്ളത്, പ്രയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൈനികേതര മാർഗങ്ങളിലൂടെ രാജ്യങ്ങളെ സമാധാനത്തിൻ്റെ പാതയിൽ എത്തിക്കാനാണ് UN ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ UNൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളാണ്. അപ്പോൾ അതിൽ പ്രധാനമായും ഈ ബൈൻഡിങ് സാങ്ഷൻസ്, അതിൽ സൈനികേതര നടപടികളെന്ന് പറയുന്നത് ഏത് രാജ്യമാണോ പ്രശ്നം, ആ പ്രശ്നബാധിതമായ രാജ്യവുമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആയുധ വ്യാപാരം നിരോധിക്കുക, കയറ്റുമതിയും ഇറക്കുമതിയും തടയുക, ബാങ്ക് ഡെപ്പോസിറ്റുകൾ മരവിപ്പിക്കുക, ഇങ്ങനെയുള്ള മാർഗങ്ങൾ, അതായത് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു സൈനികമായ നടപടികളെല്ലാം മാറ്റിവെച്ചിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങൾ ആദ്യം UN എന്ത് ചെയ്യുന്നു, ഈ രാജ്യത്തിന് മേൽ പ്രയോഗിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓതറൈസേഷൻ ഫോർ മിലിറ്ററി ആക്ഷൻ. ലോകസമാധാനം തന്നെയാണ് UNOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആക്രമണ രാജ്യങ്ങളെ ശക്തമായി നിയന്ത്രിക്കാൻ UNO പലപ്പോഴും കഴിയാതെ വരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ UNOയ്ക്ക് പല സമയത്തും അങ്ങനെ കഴിയാതെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, മിലിറ്ററി ആക്ഷൻസ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി UNOയ്ക്ക് തിരിയേണ്ടതായിട്ട് വരുന്നു. അതാണ് നമ്മൾ ഡിസാർമമെൻറ്റ് ആക്ടിവിറ്റീസിലാണെങ്കിൽ സമാധാനവും അന്താരാഷ്ട്ര സുരക്ഷിതത്വവും പരിരക്ഷിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഏതെന്ന് പറയുന്നത് ഡിസാർമമെൻറ്റ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ നിരായുധീകരണം എന്ന് പറയുന്നത്. ആയുധമെടുത്ത് പോരാടാതെ സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുക. ഐക്യരാഷ്ട്രസഭയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ മുതൽ അതിൻ്റെ അംഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ആവശ്യവും സായുധ സേനകളുടെ ശക്തി കുറയ്ക്കുകയും ആണവ രാസ ആയുധങ്ങൾ ഒഴിവാക്കാനും സൈനിക ചിലവ് മരവിപ്പിക്കാനും ഒക്കെയായിരുന്നു UN തുടങ്ങിയ കാലത്ത് തന്നെ അതിൽ
ചർച്ചാ വിഷയമായി വന്നിരുന്നത്. അംഗങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഇതുതന്നെയായിരുന്നു. സൈന്യത്തിൻ്റെ ശക്തി കുറയ്ക്കുക, അതുപോലെ ലോകത്തിന് തന്നെ നാശകരമായി മാറുന്ന ആണവരാസ ആയുധങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് ലോകരാജ്യങ്ങളെ സമാധാനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരിക എന്നുള്ളത്. 1963 UK എന്ത് ചെയ്യേണ്ടായി? യുണൈറ്റഡ് കിങ്ഡം, അത് USA-യും USSR എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗിക ആണവ പരീക്ഷണ നിരോധന കരാർ PNTB അതിന് സമ്മതിക്കുകയുണ്ടായി. 1963 ഇയർ ഓർത്ത് വയ്ക്കുക. അത് അങ്ങനെ ആ സംഘടന, ആ നിരോധന കരാറിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക. PNTB 1963. സാൾട്ട് അഥവാ സ്ട്രാറ്റജിക് ആംഡ് ലിമിറ്റേഷൻ ടോക്സ് എന്നറിയപ്പെടുന്ന ഈ ചർച്ചകൾ തുടരുകയും പുരോഗതി നേടുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് 1980-കളിൽ താരയുദ്ധ പരിപാടികൾ എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവ് എന്നൊരു പുതിയ ആയുധ സജ്ജീകരണ സമ്പ്രദായം ഉണ്ടാക്കാനുള്ള അമേരിക്കയുടെ തീരുമാനം ഇങ്ങനെ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു. UN-ൻ്റെ ഇടപെടൽ മുഖാന്തരം ഒരു തിരിച്ചടിയായി മാറുന്നു. അമേരിക്ക എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ ആയുധങ്ങൾ നിർമ്മിച്ച് അത് ബഹിരാകാശത്ത് വരെ എത്തിക്കാനും അങ്ങനെ വൻ രീതിയിലുള്ളൊരു ആയുധ സജ്ജീകരണത്തിനുമൊക്കെ ശ്രമിക്കുകയും, പക്ഷേ എന്നാൽ ഇത് UN-ൻ്റെ ഇടപെടൽ, സമയബന്ധിതമായ ഇടപെടൽ മുഖേന ഒഴിവാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1968 നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് NPT ഇങ്ങനെയുള്ള, അതും എന്താണ്? ആണവോർജം, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ആണവോർജത്തെ ഉപയോഗപ്പെടുത്തുക, അങ്ങനെയുള്ളൊരു കരാർ ഉണ്ടാവുകയുണ്ടായി. അതാണ് 1968 ഇപ്പോൾ പറഞ്ഞ NPT നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന കരാർ. അപ്പോൾ ഒരുപാട് ഡിസാർമമെൻ്റ് ആക്ടിവിറ്റീസിൽ ഒരുപാട് UN എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആയുധമെടുക്കാതെ പോരാടുന്നതിനുള്ള ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ പീസ് കീപ്പിംഗ് ആക്ടിവിറ്റീസ് ഓഫ് UN. നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നുകൂടി പറയുന്നത്. UN-ൻ്റെ അന്താരാഷ്ട്ര സമാധാന സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ടായിരുന്ന ആൻസറുകളാണ്. UN-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ലോക സമാധാനം കാത്തുസൂക്ഷിക്കുക എന്നുള്ള പ്രവർത്തനം. UN നിലവിൽ വന്നപ്പോൾ മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാന പ്രവർത്തനത്തിന് ഒരുപാട് പ്രാധാന്യവും നൽകിയിരുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അറബ്-ഇസ്രായേൽ യുദ്ധം. അതിൻ്റെ സമയത്ത് UN സമാധാന സംരക്ഷണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും അങ്ങനെ അതിലിടപെട്ട് മാറ്റിവെക്കാനൊക്കെ UN-ന് കഴിയുകയും ചെയ്തു. ഒരുപാട് സമാധാന പ്രവർത്തനങ്ങൾ, അതായത് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് സമാധാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന സഹവർത്തിത്വത്തിനായിട്ട് എന്ത് ചെയ്തു? 1949 അല്ലേ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിന് സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. കാശ്മീർ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നത്? ആ സമാധാന സംഘടനയൊക്കെ നിലവിൽ വന്നത്. ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ സംഘടന പ്രവർത്തനക്ഷമമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 1965 യുണൈറ്റഡ് നാഷൻസ് ഇന്ത്യ ഒബ്സർവേഷൻ മിഷൻ സ്ഥാപിതമാവുകയുണ്ടായി. അത് 1966 വരെ നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് UN എങ്ങനെയാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. മറ്റു രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സമാധാനം കാത്തു സൂക്ഷിച്ചത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത്രയുമാണ് 31ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 32ാമത്തെ ചാപ്റ്ററുമായി കാണാം. താങ്ക് യു.